നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷം ശക്തമാകുന്നതിനിടെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഉച്ചകോടി സംഘടിപ്പിക്കും. ടാങ്കറുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ മാർഗങ്ങൾ കണ്ടെത്താൻ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം US സെൻട്രൽ കമാൻഡറുമായി ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഫ്രാൻസ്, ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടെ 30-ലധികം രാജ്യങ്ങൾ കടൽപാതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവച്ചു. ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ നടപടി ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ തിരിച്ചടിയാണെന്ന് ലേബർ പാർട്ടി MP മാറ്റ് വെസ്റ്റേൺ. UK-യിൽ ഹോം സെക്രട്ടറിയുടെ കുടിയേറ്റ പരിഷ്കാരങ്ങൾ തിരിച്ചടിയാകുന്നു. പ്രധാനമായും വെല്ലുവിളി PR ലഭിക്കുന്നതിനായി കാത്തിരിക്കേണ്ട കാലാവധി ഇരട്ടിയാക്കിയ നടപടി. പുതിയ പ്രതിസന്ധി ഉടലെടുത്തത് കുടിയേറ്റക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ നിയമ നടപടികൾക്ക് ഒരുങ്ങിയതോടെ. മുൻകാല പ്രാബല്യത്തോടെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറിയില്ല എങ്കിൽ നിയമ നടപടിക്കൊരുങ്ങി സ്കിൽഡ് മൈഗ്രന്റ് അലയൻസ്. ലേബർ പാർട്ടിക്കുള്ളിൽ ഇടതുപക്ഷത്തിന് അതൃപ്തി. ഇംഗ്ലണ്ടിലെ റെസിഡന്റ് ഡോക്ടർമാർ 6 ദിവസത്തെ സമരത്തിന് ആഹ്വാനം ചെയ്തതായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ. സമരം സർക്കാരുമായി നടന്ന ദീർഘകാല ചർച്ചകൾ വിഫലമായതോടെ പേ റിവ്യൂ ബോഡിയുടെ ശുപാർശ പ്രകാരം 3.5% ശമ്പള വർധനവ് സർക്കാർ അംഗീകരിച്ചു എങ്കിലും ഇത് ഡോക്ടർമാർക്ക് സ്വീകാര്യമല്ല എന്ന് BMA. 2023 മാർച്ചിൽ തുടങ്ങിയ സമര പരമ്പരയിലെ 15ാമത്തെ പ്രതിഷേധമാണിത്. ശമ്പള വർധനവിനെ ചുറ്റിപ്പറ്റിയുള്ള സമരം ഏപ്രിൽ 7-ന് ആരംഭിക്കും. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യ ഉൾപ്പെടെ 5 സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് ഇറാൻ. ഇന്ത്യക്ക് പുറമെ റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ അനുമതി നൽകി. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും പൂർണ്ണമായും അടച്ചിട്ടില്ല. അതേസമയം ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളൊന്നും ഹോർമൂസിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. US-മായി കരാറിലെത്താൻ ഒരാൾ പോലും ആഗ്രഹിക്കുന്നില്ലെന്ന് ഇറാന്റെ സംയുക്ത സേനാ കമാൻഡർ വക്താവ് ഇബ്രാഹിം സൊൽഫഹാരി. ചർച്ച നടത്തിയെന്ന ട്രംപിന്റെ വാദത്തെ പരിഹസിച്ച് സൊൽഫഹാരി ഇറാന്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് ഒന്നു തന്നെയാണെന്നും ഒരിക്കലും US-മായി കരാർ ഉണ്ടാവില്ല എന്നും ഇറാൻ. US-മായി ആണവ ചർച്ച നടക്കുന്നതിനിടയിൽ ട്രംപ് ഇറാനെ ആക്രമിച്ചത് നയതന്ത്ര ചതിയാണെന്നും ഇനി അത്തരം ചർച്ചകൾ നിരർത്ഥകമാണെന്നും ഇറാൻ വിദേശകാര്യ വക്താവ്. ഇറാന്റെ ആയുധ വ്യവസായത്തെ 48 മണിക്കൂറിനുള്ളിൽ തകർക്കാൻ ഇസ്രായേൽ കമാൻഡർമാരോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഈ മാസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി സമാധാന ചർച്ചകൾക്കുള്ള പദ്ധതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹു ടെൽ അവീവ് ബങ്കറിൽ നിന്നും കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകിയത്. ഇറാനിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് ഇസ്രായേൽ പ്രതിരോധ സേനയോട് നെതന്യാഹു ഉത്തരവിട്ടത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യയുടെ നിർണായക ഊർജ്ജ പങ്കാളിയായ അർജന്റീനയിൽ നിന്നുള്ള പാചകവാതക ഇറക്കുമതി വർദ്ധിച്ചതായി കണക്കുകൾ. അർജന്റീനയിൽ നിന്നും ഇന്ത്യയിലേക്ക് 2025-ൽ 22,000 ടൺ മാത്രമായിരുന്നു LPG ഇറക്കുമതി. 2026-ൽ 50,000 ടൺ ആയതായി റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ ബന്ധത്തിലെ അതിവേഗ വളർച്ച. പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ലീഗ് ഉചിതമായ നിലപാടെടുത്തെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു നേതാവും നടത്താൻ പാടില്ലാത്ത പരാമർശമായിരുന്നുവെന്നും പരാമർശത്തെ ആരും പിന്തുണയ്ക്കുന്നില്ലെന്നും സമാന സംഭവങ്ങളിൽ CPM സ്വീകരിച്ച നടപടികൾ എന്തെന്നും VD സതീശൻ. പ്രതിഭയ്ക്കെതിരെ ഉണ്ടായ അധിക്ഷേപകരമായ പരാമർശത്തെ മുസ്ലിം ലീഗ് നേതാവിനെ UDF കൺവീനർ സ്ഥാനത്ത് നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരും CPM നേതാക്കളും സേഫ്. ശബരിമല കൊടിമരം പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസ് അവസാനിപ്പിച്ച് ഹൈക്കോടതി. വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ച് തുടർ നടപടികൾ വേണ്ടെന്ന് ഹൈക്കോടതി. കൊടിമര നിർമ്മാണത്തിനായി ഭക്തരിൽ നിന്നും സംഭാവനയായി ലഭിച്ച സ്വർണം പൂർണ്ണമായും ഇതിനായി തന്നെ ഉപയോഗിച്ചുവെന്നും രേഖകളില്ലാതെ സ്വർണം കൈപ്പറ്റിയെന്ന് യാതൊരുവിധ തെളിവുകളുമില്ലെന്നും വിജിലൻസ് റിപ്പോർട്ട് പരിശോധിച്ച കോടതി കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സംഘർഷം ശക്തമാകുന്നതിനിടെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഉച്ചകോടി സംഘടിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചു. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഈ നിർണായക കടൽപാത ഇറാന്റെ ഭീഷണികൾ കാരണം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ ടാങ്കറുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ മാർഗങ്ങൾ കണ്ടെത്താൻ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം US സെൻട്രൽ കമാൻഡുമായി ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഫ്രാൻസ്, ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടെ 30-ലധികം രാജ്യങ്ങൾ കടൽപാതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവച്ചു. മൈനുകൾ നീക്കം ചെയ്യുന്നതിനായി ഡ്രോണുകൾ, സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതടക്കമുള്ള മാർഗങ്ങൾ പ്രതിരോധ മേധാവികൾ ചർച്ച ചെയ്തു. ലണ്ടനിലോ
പോർട്സ്മൌത്തിലോ നാവിക ആസ്ഥാനത്തിലോ ഉച്ചകോടി സംഘടിപ്പിച്ച് രാജ്യങ്ങൾക്കിടയിൽ ഏകോപനം ശക്തിപ്പെടുത്തി സുരക്ഷിതമായ കടൽപാത പുനരാരംഭിക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ സംഘർഷത്തിന് ഉടൻ അവസാനം ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ശക്തമാകുന്നതായുള്ള വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട്. ഇന്ധനവില കുത്തനെ ഉയർന്നതോടെ വിലക്കയറ്റവും സർക്കാർ കടബാധ്യതയും വർദ്ധിച്ചു വരികയാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ നേതൃത്വത്തിന്റെയും നടപടി ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ തിരിച്ചടിയാണെന്നും ലേബർ എംപിമാർ മാറ്റ് വെസ്റ്റൻ വിമർശിച്ചു. ചൈനയും റഷ്യയും ഈ പ്രതിസന്ധിയിൽ നിന്നും ലാഭം കൊയ്യുന്നുവെന്ന അഭിപ്രായവും ശക്തമാണ്. UK-യിൽ ഹോം സെക്രട്ടറിയുടെ കുടിയേറ്റ പരിഷ്കാരങ്ങൾ തിരിച്ചടിയാകുന്നു. കുടിയേറ്റക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇതിനെതിരെ നിയമ നടപടികൾക്ക് ഒരുങ്ങിയതോടെയാണ് പുതിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. PR ലഭിക്കുന്നതിനായി കാത്തിരിക്കേണ്ട കാലാവധി ഇരട്ടിയാക്കിയ നടപടിയാണ് പ്രധാനമായും വെല്ലുവിളി നേരിടുന്നത്. ഇക്കാര്യം ഇനിയും വിശദമായി പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ നിയമ നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. ലേബർ പാർട്ടിക്കുള്ളിൽ ഇടതുപക്ഷത്തു നിന്നാണ് ഏറ്റവും അധികം എതിർപ്പുകൾ ഇപ്പോൾ ഹോം സെക്രട്ടറിയുടെ നയത്തിനെതിരായി ഉണ്ടാകുന്നത്. ഇത്തരമൊരു നടപടി ബ്രിട്ടീഷ് സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന പ്രഖ്യാപനവുമായി മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നറാണ് വിമത നീക്കത്തിന് നേതൃത്വം നൽകുന്നത്. സർക്കാർ തീരുമാനത്തിനെതിരെ നിയമ നടപടികൾക്കായി ഇതിനോടകം തന്നെ ഓൺലൈൻ ക്രൗഡ് ഫണ്ടിംഗ് വഴി 25,000 പൗണ്ടോളം ശേഖരിച്ചു കഴിഞ്ഞു. ഇത് മഹ്മൂദിന്റെ പരിഷ്കരണങ്ങളെ മന്ദഗതിയിലാക്കിയേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നിലവിൽ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കുന്നതിനുള്ള ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ ലഭിക്കുന്നതിന് 5 വർഷം ബ്രിട്ടനിൽ താമസിച്ചിരിക്കണം എന്നുണ്ട്. ഇക്കഴിഞ്ഞ നവംബറിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ അനുസരിച്ച് ഇത് 10 വർഷം വരെ നീട്ടാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അഭയാർത്ഥികൾക്കാണെങ്കിൽ ചുരുങ്ങിയത് 20 വർഷമെങ്കിലും ഇവിടെ താമസിച്ചാൽ മാത്രമേ ഭാവിയിൽ ILR ലഭിക്കുകയുള്ളൂ. ഈ നിർദ്ദേശം മുൻകാല പ്രാബല്യത്തോടെയാണ് നടപ്പാക്കുന്നതെന്നാണ് ലേബർ പാർട്ടിക്കുള്ളിലെ ഇടതുപക്ഷത്തെ കുപിതരാക്കുന്നത്. മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കിയാൽ നിലവിൽ ബ്രിട്ടനിൽ താമസിക്കുന്ന കുടിയേറ്റക്കാർക്കും ILR ലഭിക്കുവാൻ അധിക വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും. ILR ലഭിച്ചാൽ മാത്രമേ ക്ഷേമ പദ്ധതികൾ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്കും സോഷ്യൽ ഹൗസിംഗിനും അർഹത ലഭിക്കുകയുള്ളൂ എന്നതിനാൽ ഇത് ലഭിക്കുക എന്നത് കുടിയേറ്റ സമൂഹത്തെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇത്തരം ഒരു നയം കുട്ടികൾക്കിടയിൽ ദാരിദ്ര്യം വളർത്തുവാനേ ഉപകരിക്കൂ എന്ന നിലപാടിലാണ് ലേബർ വിമതർക്കുള്ളത്. ലക്ഷ്യം മാറിപ്പോകുന്നത് പാർട്ടിയുടെ ധാർമ്മിക ബോധത്തെയും ദുർബലപ്പെടുത്തുന്നു എന്നാണ് കഴിഞ്ഞയാഴ്ച മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്ന പറഞ്ഞത്. മെയ് മാസത്തിൽ നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ സ്റ്റാമറുടെ നില പരുങ്ങലിലാകുമ്പോൾ പ്രധാനമന്ത്രി പദത്തിലെത്താൻ നോട്ടമിട്ടിരിക്കുന്നവരിൽ പ്രധാനിയാണ് റെയ്നാർ. ഇത്തരമൊരു പദ്ധതി കുടിയേറ്റക്കാർക്ക് അവരുടെ ഭാവിയെ കുറിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുമെന്നും റെയ്നാർ ചൂണ്ടിക്കാട്ടി. അതേസമയം തന്റെ പരിഷ്കരണങ്ങളിൽ വെള്ളം ചേർത്താൽ സ്ഥാനം രാജിവെക്കുമെന്ന് ഷബാന മഹ്മൂദ് ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്ന വാർത്തയും മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ നിഷേധിക്കുന്നുണ്ട്. പുതിയ പരിഷ്കാരങ്ങൾ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്കിൽഡ് മൈഗ്രന്റ് അലയൻസ് സർക്കാരിന് ഒരു പ്രീ ആക്ഷൻ പ്രോട്ടോകോൾ സമർപ്പിക്കും. മുൻകാല പ്രാബല്യത്തോടെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറിയില്ല എങ്കിൽ അവർ ജുഡീഷ്യറി റിവ്യൂവിനായി ശ്രമിക്കും. മികച്ച നിയമജ്ഞരെ തന്നെ ലഭിച്ചതിനാൽ നിയമ നടപടികൾ വിജയം ഉറപ്പാണ് എന്ന അലയൻസ് വക്താക്കൾ വ്യക്തമാക്കുന്നു. അങ്ങനെ വന്നാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് കുടിയേറ്റക്കാർക്ക് ഇതൊരു ആശ്വാസമാകും. വെയിൽസ് രാഷ്ട്രീയത്തിൽ സ്വാധീനം നഷ്ടമായി ലേബർ പാർട്ടി വൻ തകർച്ചയിലേക്ക് നീങ്ങുന്നതായി സൂചന. ഒരു നൂറ്റാണ്ടിലധികമായി വെയിൽസിലെ നിർണായക ശക്തിയായി തിളങ്ങി നിന്ന പാർട്ടി മെയ് മാസത്തിൽ നടക്കുന്ന വെയിൽസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി പരാജയം അനുഭവിക്കുമെന്നാണ് ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ തെളിയിക്കുന്നത്. എലിയുണ്ട് മോഗന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് നേടാനാവുക പരമാവധി 12 സീറ്റുകൾ എന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. ദേശീയവാദികളായ പ്ലെയ്ഡ് സൈമ്രു 1-ാം സ്ഥാനത്തും റിഫോം UK 2-ാം സ്ഥാനത്തും എത്തുമെന്നാണ് പ്രവചനം. സാധ്യത കുറവാണ് എങ്കിലും ഏറ്റവും മോശം സാഹചര്യത്തിൽ വെയിൽസ് പാർലമെന്റിലെ ലേബർ പാർട്ടി 4-ാം സ്ഥാനത്ത് എത്തിയാലും അതിശയിക്കേണ്ട ഇല്ല എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. YouGov MRP അഭിപ്രായ സർവേയിൽ ലേബർ പാർട്ടിക്ക് ലഭിച്ചത് ഗ്രീൻസിനോട് 2 വോട്ട് കൂടുതൽ മാത്രമാണ്. ഗ്രീൻസിന് 10 സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഫലം പ്രവചിക്കുന്നത്. വെയിൽസ് പാർലമെന്റ് സെനറ്റിൽ ട്രേഡ് ആയിരിക്കും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സർവേ ഫലത്തിൽ വ്യക്തമാകുന്നത്. 96 അംഗസഭയിൽ 43 സീറ്റുകൾ വരെ അവർ നേടും. അതായത് കേവല ഭൂരിപക്ഷത്തിന് 6 സീറ്റുകൾ കുറവും. ഗ്രീൻസുമായോ ലേബറുമായോ സഖ്യമുണ്ടാക്കാമെങ്കിലും തങ്ങൾ ഒരു ന്യൂനപക്ഷ സർക്കാർ രൂപീകരിക്കാനാണ് താല്പര്യപ്പെടുന്നതെന്ന് പാർട്ടി വക്താക്കൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും റിഫോമിനും ഗ്രീൻസിനും നിലവിൽ പാർലമെന്റിൽ സീറ്റുകളില്ല. ഇംഗ്ലണ്ടിലെ ആരോഗ്യ രംഗത്ത് വീണ്ടും സമരച്ചൂടുയരുന്നു.
റെസിഡന്റ് ഡോക്ടർമാർ 6 ദിവസത്തെ സമരത്തിന് ആഹ്വാനം ചെയ്തതായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ. സർക്കാരുമായി നടന്ന ദീർഘകാല ചർച്ചകൾ ഫലം കാണാതിരുന്നതോടെയാണ് സമരം. ഏപ്രിൽ 7 രാവിലെ 7 മുതൽ ആരംഭിക്കുന്ന സമരം ഈസ്റ്റർ ബാങ്ക് അവധിക്കാലത്തിന് പിന്നാലെയാണ് നടക്കുക. 2023 മാർച്ചിൽ തുടങ്ങിയ സമര പരമ്പരയിലെ 15ാമത്തെ പ്രതിഷേധമാണ് ഇത്. ശമ്പള വർധനവിനെ ചുറ്റിപ്പറ്റിയാണ് പ്രധാന തർക്കം. പേ റിവ്യൂ ബോഡിയുടെ ശുപാർശ അനുസരിച്ച് 3.5% വർധനവ് സർക്കാർ അംഗീകരിച്ചു എങ്കിലും ഇത് ഡോക്ടർമാർ സ്വീകാര്യമായിരുന്നില്ല എന്നാണ് BMA വ്യക്തമാക്കി. ഉയർന്ന വിലക്കയറ്റവും ജോലിഭാരവും പരിഗണിക്കുമ്പോൾ ഈ വർധനവ് ഗുരുതര തിരിച്ചടിയാണെന്നാണ് സംഘടനയുടെ വിമർശനം. റെസിഡന്റ് ഡോക്ടർമാർക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകാത്തതും സമരത്തിലേക്ക് നയിക്കുന്നതിനായുള്ള ഒരു കാരണമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതിനിടെ പരിശീലനവുമായി ബന്ധപ്പെട്ട ചില ഇളവുകൾ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പരീക്ഷാ ഫീസ് പോലുള്ള ചില വ്യക്തിഗത ചെലവുകൾ വഹിക്കുക, കൂടുതൽ ട്രെയിനിംഗ് പോസ്റ്റുകൾ സൃഷ്ടിക്കുക, ശമ്പള നിരക്കുകൾ വേഗത്തിൽ ഉയരാൻ അവസരം നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സർക്കാർ നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തുന്നത്. നിലവിൽ 39,000 പൗണ്ട് മുതൽ 74,000 പൗണ്ട് വരെയുള്ള ശമ്പള ഘടനയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും ജോലിയില്ലായ്മയും കരിയർ പുരോഗതിയിലെ അനിശ്ചിതത്വവും പരിഹരിക്കാൻ ഇത്രയും നടപടികൾ മതിയാകില്ല എന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. സമരം ആരോഗ്യ സേവനങ്ങളെ ബാധിക്കാൻ ഇടയുള്ളതിനാൽ രോഗികൾക്ക് മുൻകൂട്ടി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹാരിയുടെയും മേഗന്റെയും ആസ്ട്രേലിയൻ സന്ദർശനത്തിനായി ആസ്ട്രേലിയൻ സർക്കാർ പൊതു ഖജനാവിൽ നിന്നും പണം ഉപയോഗിക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന ഓൺലൈൻ പരാതികൾ ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് പേർ ഒപ്പിട്ട് കഴിഞ്ഞു. അടുത്ത മാസമാണ് ഹാരിയും മേഗനും ഓസ്ട്രേലിയ സന്ദർശിക്കാനായി ഇരിക്കുന്നത്. അതിനു മുൻപ് തന്നെ അഡ്വക്കസി ഗ്രൂപ്പായ ബിയോണ്ട് ആസ്ട്രേലിയ ഈ ദമ്പതികളുടെ സുരക്ഷയ്ക്കായോ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനോ മറ്റു ആവശ്യങ്ങൾക്കായോ പൊതു ഖജനാവിൽ നിന്നും പണം ചെലവഴിക്കരുത് എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കണക്കുകൾ അനുസരിച്ച് range.org-ൽ നോ ടാക്സ് പെയർ ഫണ്ടിംഗ് ഓർ ഒഫീഷ്യൽ സപ്പോർട്ട് ഫോർ ഹാരി ആൻഡ് മേഗൻ എന്ന ശീർഷകം നൽകിയിട്ടുള്ള പരാതിയിൽ 32,715 പേരാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇരുവരും ഓസ്ട്രേലിയയിലേക്ക് വരുന്നത് സ്വകാര്യ ചടങ്ങുകൾക്കായിട്ടാണെന്നും അതിൽ വാണിജ്യ താല്പര്യമുണ്ടെന്ന് പ്രചാരകർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനം ഒരു സ്വകാര്യ സന്ദർശനമായി മാത്രമേ പരിഗണിക്കാനാവൂ എന്നാണ് അവരുടെ ആവശ്യം. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്നതിനിടയിൽ ഹോർമുസ് കടലിടുക്ക് ഇന്ത്യ ഉൾപ്പെടെ 5 സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് ഇറാൻ. ഇന്ത്യക്ക് പുറമെ റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയാണ് വ്യക്തമാക്കിയത്. എന്നിരുന്നാലും ശത്രു രാജ്യങ്ങളുടെ യുദ്ധത്തിൽ അവരെ സഹായിക്കുന്ന, അതായത് ശത്രു രാജ്യങ്ങളെ സഹായിക്കുന്ന കപ്പലുകൾ ഒന്നും തന്നെ ഹോർമുസിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ല എന്നാണ് ഇറാൻ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. പല കപ്പൽ ഉടമകളും ഈ കപ്പലുകളുടെ ഉടമസ്ഥതയിലുള്ള രാജ്യങ്ങളും ഞങ്ങളെ ബന്ധപ്പെടുകയും കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നു പോകുന്നത് ഉറപ്പാക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗഹൃദപരമായി ഞങ്ങൾ കരുതുന്ന ഈ രാജ്യങ്ങൾ ചിലതിന് നമ്മുടെ സായുധ സേന സുരക്ഷിതമായി പാത നൽകിയിട്ടുണ്ട്. ചൈന, റഷ്യ, പാകിസ്ഥാൻ, ഇറാഖ്, ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് ഇവ. 2 കപ്പലുകൾ ഏതാനും രാത്രികൾക്ക് മുമ്പ് കടന്നുപോയി. ഞങ്ങളുമായി സംസാരിക്കുകയും ഞങ്ങളുമായി ഏകോപിപ്പിക്കുകയും ചെയ്ത രാജ്യങ്ങളാണ് ഇവ. യുദ്ധത്തിന് ശേഷവും ഭാവിയിൽ ഇവരുമായി സൗഹൃദം തുടരുമെന്നും അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. യുഎസുമായി കരാറിലെത്താൻ ഒരാള് പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് ഇറാന്റെ സംയുക്ത സേനാ കമാൻഡർ വക്താവ് ഇബ്രാഹിം സൊൽഫഹാരി. നിങ്ങളുടെ ആഭ്യന്തര സംഘർഷങ്ങൾ നിങ്ങളുമായി തന്നെ ചർച്ച നടത്തുന്ന അവസ്ഥയിൽ എത്തിയോ എന്ന് ഇറാനുമായി US ചർച്ച നടത്തിയെന്ന ട്രംപിന്റെ വാദത്തെ പരിഹസിച്ച് സൊൽഫഹാരി. ഇറാന്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് ആദ്യ ദിനം മുതൽ ഒന്നു തന്നെയാണെന്നും ഇപ്പോഴല്ല എന്നല്ല ഒരിക്കലും കരാർ ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. യുഎസുമായി ആണവ ചർച്ച നടക്കുന്നതിനിടയിലാണ് ട്രംപ് ഇറാനെ ആക്രമിച്ചതെന്നും അത് നയതന്ത്ര ചതിയാണെന്നും ഇനി അത്തരം ചർച്ചകൾ നിരർത്ഥകമാണെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഹായി വ്യക്തമാക്കി. അതിനിടെ ഇറാൻ യുദ്ധം തീർക്കുന്നത് സംബന്ധിച്ച് തങ്ങളുടെ നയതന്ത്ര ശ്രമങ്ങളെക്കുറിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ ധരിപ്പിച്ചു. ഇറാൻ യുഎസിന് ഹോർമുസുമായി ബന്ധപ്പെട്ട വളരെ വലിയ ഒരു സമ്മാനം നൽകിയെന്ന് ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അവർ വളരെ മികച്ച ഒരു കാര്യം ചെയ്തു. അവർ ഞങ്ങൾക്കൊരു സമ്മാനം നൽകി. ആ സമ്മാനം ഇന്നാണ് ലഭിച്ചത്. അത് ഭീമമായ തുകയേക്കാൾ മൂല്യമുള്ള വളരെ വലിയ ഒരു സമ്മാനമാണ് എന്ന് ട്രംപ് പറഞ്ഞു വെച്ചു. ഈ സമ്മാനം ഹോർമുസിലെ എണ്ണ നീക്കവുമായി ബന്ധപ്പെട്ടതാണെന്നും എന്നാൽ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു.
ഇറാന്റെ ആയുധ വ്യവസായത്തെ 48 മണിക്കൂറിനുള്ളിൽ തകർക്കാൻ ഇസ്രയേലി കമാൻഡർമാരോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടു. ഈ മാസം 24-ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി സമാധാന ചർച്ചകൾക്കുള്ള പദ്ധതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ബെന്യാമിൻ നെതന്യാഹു തന്റെ ടെൽ അവീവിൽ ബംഗറിൽ നിന്നും കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകിയത് എന്ന് റിപ്പോർട്ട്. കഴിയുന്നത്ര ഉയർന്ന ഇറാനിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് ഇസ്രായേൽ പ്രതിരോധ സേനയോട് നെതന്യാഹു ഉത്തരവിട്ടിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ശേഖരത്തിനും ആണവ പരിപാടിക്കും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ടെഹ്റാനിലെ സൈനിക ശേഷി തടയാൻ US പദ്ധതി പര്യാപ്തമല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഉന്നത സൈനിക ഉപദേഷ്ടാക്കളും വിലയിരുത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. എപ്പോൾ വേണമെങ്കിലും ട്രംപിന് ഇറാനുമായി സമാധാന കരാറിലെത്താമെന്ന ആശങ്ക ഇസ്രായേൽ സർക്കാരിനുണ്ട് എന്നും അതാണ് അതിവേഗ നടപടികൾ സ്വീകരിക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഇല്ലാതാക്കുക, ടെഹ്റാൻ ഒരു ആണവായുധം വികസിപ്പിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കുക, ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള സിവിലിയന്മാർക്ക് ഇറാനിയൻ അന്തരീക്ഷം ഒരുക്കുക എന്നീ 3 പ്രധാന ലക്ഷ്യങ്ങളാണ് യുദ്ധത്തിലൂടെ ഇസ്രായേൽ വിഭാവനം ചെയ്യുന്നത്. 3 ലക്ഷ്യങ്ങളും നേടിയില്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് നെതന്യാഹുവിന്റെ പാർട്ടി അംഗമായ ബോസ് ബിസ്മത്ത് പറയുന്നു. ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാൻ അവിടുത്തെ നേതൃത്വം തന്നോട് അനൌദ്യോഗികമായി ആവശ്യപ്പെട്ടു എന്ന വെളിപ്പെടുത്തലുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാഷിംഗ്ടൺ DC-യിൽ നടന്ന ഒരു ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അസാധാരണ വെളിപ്പെടുത്തൽ. എന്നാൽ ഈ ആവശ്യം താൻ നിരസിക്കുകയായിരുന്നു എന്നും ട്രംപ്. ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ ഉണ്ടായ വിടവ് നികത്താനാണ് അവർ തന്നെ സമീപിച്ചതെന്ന് ട്രംപ് പറയുന്നു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ മാസം US-ഉം ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെ ഇറാനിൽ വലിയൊരു ഭരണശൂന്യത നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ മൊജബ് ഖമേനിയുടെ പിന്നീട് പിൻഗാമിയായി തിരഞ്ഞെടുത്തുവെങ്കിലും യുദ്ധം ആരംഭിച്ച ശേഷം അദ്ദേഹം പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അദ്ദേഹം ആക്രമണങ്ങളിൽ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഇറാന്റെ ക്ഷണത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദം. അതേസമയം ഇറാനിലെ യുദ്ധം ലക്ഷ്യത്തിന് അടുത്തെത്തിയെന്നും ട്രംപ് പറഞ്ഞു. സമാധാന ചർച്ച നടക്കുന്നുവെന്ന് സമ്മതിക്കാൻ ഇറാൻ നേതാക്കൾക്ക് ഭയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാനുമായി രഹസ്യ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അവർ വെടിനിർത്തലിന് ആഗ്രഹിക്കുന്നുണ്ട് എന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചയും നടക്കുന്നില്ല എന്ന് വ്യക്തമാക്കി ഇറാൻ ഇക്കാര്യം ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ട്. ട്രംപ് തന്നോട് തന്നെയാണോ ചർച്ച നടത്തുന്നതെന്നും ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം സോൾഹാരി പരിഹസിച്ചു. അമേരിക്കയുടെ വെടിനിർത്തൽ ഉപാധികൾ ഇറാൻ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. വെടിനിർത്തലിനുള്ള ട്രംപിന്റെ 15 ഉപാധികൾ തള്ളി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇറാൻ 5 നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചത്. ഹോർമുസിലെ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം, വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പു നൽകണം, യുദ്ധത്തെ തുടർന്നുണ്ടായ നഷ്ടങ്ങൾ കൃത്യമായി നഷ്ടപരിഹാരം നൽകണം, ഇറാനിൽ വീണ്ടും യുദ്ധം തുടങ്ങില്ല എന്നതിന് ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയാണ് ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.55 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 93.98 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.59 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.00 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിനു പിന്നാലെ ഇന്ത്യയുടെ നിർണായക ഊർജ പങ്കാളിയായ അർജന്റീനയിൽ നിന്നുള്ള പാചകവാതക ഇറക്കുമതി വർദ്ധിച്ചതായി കണക്കുകൾ. ഇന്ത്യയിലേക്കുള്ള പാചകവാതകത്തിന്റെ 60% ഹോർമുസ് വഴിയായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇന്ത്യയും ഊർജ പ്രതിസന്ധി നേരിട്ടിരുന്നു. 2026-ൽ ഇതുവരെ അർജന്റീനയിൽ നിന്നും ഇന്ത്യയിലേക്ക് 50,000 ടൺ LPG എത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 39,000 ടൺ സംഘർഷം രൂക്ഷമാകുന്നതിന് മുൻപ് അർജന്റീനയിലെ ബഹിയ ബാങ്ക തുറമുഖത്തു നിന്നും ഇന്ത്യയിലെത്തിയിരുന്നു. മാർച്ച് 5-ന് 11,000 ടൺ LPG കൂടി ഇന്ത്യയിലേക്ക് അയച്ചു. 2025-ൽ 22,000 ടൺ മാത്രമായിരുന്നു ഇറക്കുമതി ചെയ്തത്. 2024 വരെ അർജന്റീനയിൽ ഇന്ത്യ LPG ഇറക്കുമതി ചെയ്തിരുന്നില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ ബന്ധത്തിലെ അതിവേഗ വളർച്ചയാണ് ഇപ്പോഴുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. അർജന്റീനയിൽ നിന്നും ഇന്ത്യ LPG ഇറക്കുമതി ചെയ്യുന്നതിൽ ചെറിയ വെല്ലുവിളികളുണ്ട്. അർജന്റീനയിലെ ബഹിയ ബാംഗ്ല, ഗുജറാത്തിലെ ദഹേജ് തുറമുഖവും തമ്മിൽ 20,000 കിലോമീറ്റർ ദൂരമുണ്ട്. ഗതാഗതത്തിന് ഏറ്റവും ചെലവേറിയ പാതകളിൽ ഒന്നുകൂടിയാണ് ഇത്. കാലാവസ്ഥ സംബന്ധമായ അപകട സാധ്യതകളും വിതരണത്തിന് കൂടുതൽ സമയമെടുക്കുന്നതുമെല്ലാം വെല്ലുവിളികളാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത വിതരണ പാതകളെയും
പ്രദേശങ്ങളെയും അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പ് കൂടിയാണിത്. പശ്ചിമേഷ്യ സംഘർഷം കാരണം കയറ്റുമതി നിലച്ചതോടെ മുട്ടയുടെ സംഭരണ വില വീണ്ടും ഇടിഞ്ഞു. രാജ്യത്തെ പ്രധാന മുട്ട ഉൽപാദന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ കോഴി കർഷകർക്ക് പ്രതിദിനം 7 കോടി രൂപയുടെ നഷ്ടം വരുന്നുവെന്ന് കണക്ക്. പല തുറമുഖങ്ങൾ അടയ്ക്കുകയും വ്യോമഗതാഗതത്തിൽ നിയന്ത്രണങ്ങൾ വരുത്തുകയും ചെയ്തപ്പോഴാണ് ഗൾഫ് മേഖലയിലേക്കുള്ള മുട്ട കയറ്റുമതി നിലച്ചത്. മുട്ട കെട്ടിക്കിടക്കുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം നാമക്കല്ലിൽ യോഗം ചേർന്ന് നാഷണൽ എഗ് കോർഡിനേഷൻ കമ്മിറ്റി സംഭരണ വില കുറയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 4 രൂപ 5 പൈസയാണ് ഇപ്പോൾ മുട്ടയുടെ സംഭരണ വില. കഴിഞ്ഞയാഴ്ച 4 രൂപ 40 പൈസ വരെയും 2 ദിവസം മുമ്പ് 4 രൂപ 20 പൈസയും വരെയായിരുന്നു. നാമക്കല്ലിൽ 1200-ലേറെ വരുന്ന കോഴി ഫാമുകളിൽ 8 കോടിയോളം മുട്ടക്കോഴികളുണ്ട്. ഇവയിൽ നിന്നും ദിവസവും ശരാശരി 6 കോടി മുട്ട കിട്ടും. ഒരു മുട്ടയുടെ ഉൽപാദന ചെലവ് 5 രൂപ 20 പൈസ വരെയും. ഉൽപാദന ചെലവിൽ കുറച്ച് മുട്ട വിൽക്കുന്നത് കാരണം കർഷകർക്ക് പ്രതിദിനം 7 കോടി രൂപ നഷ്ടം വരുന്നു എന്നാണ് കണക്ക്. നാമക്കല്ലിൽ നിന്നും UAE, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പ്രതിദിനം 80 ലക്ഷം മുട്ട കയറ്റി അയച്ചിരുന്നു. ഇത്രയും മുട്ട ദിവസവും ബാക്കി വരാൻ തുടങ്ങിയതോടെയാണ് സംഭരണ വില കുറച്ചത്. വിശ്വാസങ്ങളുടെ ഭാഗമായി ഭൂരിഭാഗം ആളുകളും സസ്യാഹാരം മാത്രം കഴിക്കുന്ന ശിവരാത്രി, ഉഗാദി തുടങ്ങിയ ഉത്സവ ദിവസങ്ങളിലും താൻ മാംസാഹാരം കഴിക്കാറുണ്ട് എന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ശുഭമുഹൂർത്തങ്ങളിലോ ഭക്ഷണ നിയന്ത്രണങ്ങളിലോ തനിക്ക് വിശ്വാസമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026-ലെ സംസ്ഥാന ബഡ്ജറ്റ് അവതരണത്തിന് അശുഭകരമായ സമയം ഒഴിവാക്കി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. രാഹുകാലം, ഗുളികാകാലം, യമകണ്ഠകാലം തുടങ്ങിയ വിശ്വാസങ്ങളെ താൻ പണ്ടേ തള്ളിക്കളഞ്ഞതാണെന്നും നിയമസഭയിൽ ബഡ്ജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അന്ധവിശ്വാസങ്ങളാകരുത് ഭരണപരമായ കാര്യങ്ങളെ നയിക്കേണ്ടതെന്നാണ് തന്റെ നിലപാടെന്നും വ്യക്തമാക്കി. കഴിഞ്ഞ കാലങ്ങളിൽ പലതവണ രാഹുകാല സമയത്ത് താൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ കുടുംബാംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ആ സമയം ഒഴിവാക്കിയത്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവരുടെ താല്പര്യത്തെ ഞാൻ ബഹുമാനിച്ചു. വ്യക്തിപരമായി എനിക്ക് രാഹുകാലത്തെയോ ഗ്രഹണത്തെയോ ഒന്നും പേടിയില്ല എന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ഉത്സവങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടും അദ്ദേഹം പങ്കുവച്ചു. എല്ലാ ദിവസവും ഒരുപോലെയാണ്. നമ്മൾ ചില ദിവസങ്ങളെ ഉത്സവങ്ങളായി നിശ്ചയിക്കുന്നു എന്നു മാത്രം. പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ലീഗ് ഉചിതമായ നിലപാട് എടുത്തെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു നേതാവും നടത്താൻ പാടില്ലാത്ത പരാമർശമായിരുന്നു അത്. ആരും പരാമർശത്തെ പിന്തുണയ്ക്കുന്നില്ല. സമാന സംഭവങ്ങളിൽ CPM എന്തു ചെയ്തു എന്നും VD സതീശൻ ചോദിച്ചു. പ്രതിഭയ്ക്കെതിരെ ഉണ്ടായത് അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെ കുറിച്ചോ വനിതയെ കുറിച്ചോ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. അതറിഞ്ഞ് മണിക്കൂറുകൾക്കകം അയാളെ മുസ്ലിം ലീഗ് പുറത്താക്കി. ലീഗ് നേതൃത്വത്തെ അഭിനന്ദിക്കുന്നുവെന്നും അയാൾ ചെയ്തത് തെറ്റാണ്, ആരും അതിനെ പിന്തുണച്ചില്ല, ഭാഷയുടെ കുഴപ്പമാണ്, അടർത്തി മാറ്റിയതാണ് എന്നും ഒരാൾ പോലും പറഞ്ഞില്ല. എല്ലാവരും ശക്തിയായി അതിനെ അപലപിച്ചു. UDF കൺവീനർ സ്ഥാനത്ത് നിന്നും പാർട്ടിയിൽ നിന്നും അയാളെ പുറത്താക്കി. എന്നാൽ രമ്യ ഹരിദാസിനെതിരായ അശ്ലീല പരാമർശം നടത്തിയ വിജയരാഘവനെതിരെ CPM എന്ത് നടപടിയെടുത്തു? KK രമയ്ക്കെതിരെ, വീണ S നായർക്കെതിരെ, ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെതിരെ എത്ര അധിക്ഷേപകരമായ പരാമർശമാണ് CPM നടത്തിയത്? ഒരു നടപടിയും ഉണ്ടായില്ല. സെക്രട്ടേറിയറ്റിലെ CPM നേതാവിനെതിരെ പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാൻ നിർവാഹമില്ലെന്നു കാട്ടി നൽകിയ മറുപടി തന്റെ ഓഫീസിലുണ്ട്. കൂടുതൽ പറയിപ്പിക്കരുതെന്നും സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിൽ BJP സീൽ കണ്ടെത്തിയ സംഭവത്തെ തുടർന്ന് ആഭ്യന്തര വകുപ്പിൽ അസാധാരണ നടപടികൾ. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പോസ്റ്റുകൾ നീക്കാനുള്ള പോലീസ് ശ്രമത്തിൽ സർക്കാരിന് അതൃപ്തി. ഈ ആവശ്യം ഉന്നയിച്ച് നോട്ടീസുകൾ നൽകുന്നത് നിർത്തണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് രംഗത്ത്. BJP സീൽ പതിപ്പിച്ച രേഖ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ചുവെന്ന വിവാദത്തിന് തുടക്കമായത് CPM-ന്റെ വെളിപ്പെടുത്തലോടെയായിരുന്നു. BJP-യുടെ സീൽ പതിപ്പിച്ച രേഖ തങ്ങൾക്ക് ലഭിച്ചു എന്ന് അവകാശപ്പെട്ട് CPM രംഗത്തെത്തുകയായിരുന്നു. പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രത്യക്ഷപ്പെടാൻ ആരംഭിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തുന്ന X മെറ്റാ ഹാൻഡിലുകളിലെ വാർത്തകളും പോസ്റ്റുകളും നീക്കം ചെയ്യാൻ കേസ് രജിസ്റ്റർ ചെയ്യാനും കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകിയത്. തുടർന്ന് പോലീസിന്റെ സൈബർ ഓപ്പറേഷൻ വിംഗ് നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസ് അവസാനിപ്പിച്ച് ഹൈക്കോടതി. വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. തുടർ നടപടികൾ ഹൈക്കോടതി വേണ്ടെന്ന് വെച്ചു.
കൊടിമര നിർമ്മാണത്തിനായി ഭക്തരിൽ നിന്നും സംഭാവനയായി ലഭിച്ച സ്വർണം പൂർണ്ണമായും ഇതിനായി തന്നെ ഉപയോഗിച്ചുവെന്നും രേഖകളില്ലാതെ സ്വർണം കൈപ്പറ്റിയതിന് യാതൊരുവിധ തെളിവുകളുമില്ല എന്നും വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് പരിശോധിച്ച ശേഷമാണ് കേസ് അവസാനിപ്പിക്കാൻ കോടതി തീരുമാനിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സർക്കാരിനെയും CPM നേതാക്കളെയുമൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഘട്ടത്തിലായിരുന്നു UDF ഭരണസമിതിക്കെതിരെ ഇത്തരത്തിൽ ഒരു ക്രമക്കേടിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നത്. ദേവസ്വം വിജിലൻസിനാണ് ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടന്നു എന്ന റിപ്പോർട്ട് കൊടുത്തത്. തുടർന്നാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ കേസ് എടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം പ്രത്യേകം പരിശോധിക്കാൻ സംസ്ഥാന വിജിലൻസ് മേധാവിയോട് നിർദ്ദേശിച്ചത്. ചലച്ചിത്ര താരങ്ങളായ സുരേഷ് ഗോപി, മോഹൻലാൽ, ദിലീപ് എന്നിവർ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 27 പേരാണ് കൊടിമരം പുനഃപ്രതിഷ്ഠയ്ക്കായി സ്വർണം നൽകിയത്. ഇതിൽ 23 പേരെയും കണ്ടെത്തിയ അന്വേഷണ സംഘം വിശദമായി മൊഴിയെടുത്തു. കൃത്യമായ മേൽവിലാസം ഇല്ലാത്തതിനാൽ അവശേഷിക്കുന്ന 4 പേരെ കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇനി സ്പോർട്സ്. ഫുട്ബോൾ ലോകകപ്പിന് അരങ്ങുണരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും ഇന്ന് വമ്പൻ പോരാട്ടം. സൗഹൃദ പോരാട്ടത്തിൽ ബ്രസീൽ രാത്രി 1:30 ഫ്രാൻസിനെ നേരിടും. ബോണസ്റ്റിലെ ഗില്ലറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. അവസാന 5 കളിയിൽ 2-ൽ മാത്രം ജയിച്ച ബ്രസീൽ ലോകകപ്പിന് യോഗ്യത നേടിയത് തെക്കേ അമേരിക്കയിലെ 5ാം സ്ഥാനക്കാരനാണ്. 1ാം സ്ഥാനക്കാരായ അർജന്റീനയേക്കാൾ 10 പോയിന്റ് പിന്നിലായിരുന്നു ബ്രസീൽ. ആൻചലോട്ടി പരിശീലനായി എത്തിയിട്ടും ബ്രസീലിന്റെ കളിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണ് ആരാധകരുടെ ആശങ്ക. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബ്രസീലും ഫ്രാൻസും മുഖാമുഖം വരുന്നത്. 2015-ൽ അവസാനം ഏറ്റുമുട്ടിയപ്പോൾ 1-നെതിരെ 3 ഗോളിന് ജയം ബ്രസീൽസിനൊപ്പമായിരുന്നു. ഇതിനുശേഷം ബ്രസീൽസിൽ പിന്നോക്കം പോയപ്പോൾ ഫ്രാൻസ് ബഹുദൂരം മുന്നിലെത്തി. 2018-ലെ ലോകകപ്പ് നേടിയ ഫ്രാൻസ് ഖത്തറിൽ 2ാം സ്ഥാനക്കാരുമായിരുന്നു. കിലിയൻ എംബാപ്പെ, ഒസ്മാൻ ഡെബോല മുന്നേറ്റ നിരയെ പിടിച്ചുകെട്ടിയവരും ബ്രസീലിന്റെ പ്രധാന വെല്ലുവിളിയായി. പരിക്കിൽ നിന്നും മോചിതരാവാത്ത നെയ്മർ ഇല്ലാതെ ഇറങ്ങുന്ന ബ്രസീൽ ഉറ്റുനോക്കുന്നത് റഫീന, വിനീഷ്യസ് ജൂനിയർ, യാവോ പെട്രോ, മത്തേയൂസ് കുഞ്ഞ എന്നിവരുടെ ബൂട്ടിലേക്കാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പശ്ചിമേഷ്യയിലെ സംഘർഷം ശക്തമാകുന്നതിനിടെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ബ്രിട്ടന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഉച്ചകോടി സംഘടിപ്പിക്കും. ടാങ്കറുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ മാർഗങ്ങൾ കണ്ടെത്താൻ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം US സെൻട്രൽ കമാൻഡറുമായി ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഫ്രാൻസ്, ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടെ 30-ലധികം രാജ്യങ്ങൾ കടൽപാതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചു. ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ നടപടി ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ തിരിച്ചടിയാണെന്ന് ലേബർ പാർട്ടി MP മാറ്റ് വെസ്റ്റേൺ. UK-യിൽ ഹോം സെക്രട്ടറിയുടെ കുടിയേറ്റ പരിഷ്കാരങ്ങൾ തിരിച്ചടിയാകുന്നു. പ്രധാനമായും വെല്ലുവിളി PR ലഭിക്കുന്നതിനായി കാത്തിരിക്കേണ്ട കാലാവധി ഇരട്ടിയാക്കിയ നടപടി. പുതിയ പ്രതിസന്ധി ഉടലെടുത്തത് കുടിയേറ്റക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ നിയമ നടപടികൾക്ക് ഒരുങ്ങിയതോടെ. മുൻകാല പ്രാബല്യത്തോടെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറിയില്ല എങ്കിൽ നിയമ നടപടിക്കൊരുങ്ങി സ്കിൽഡ് മൈഗ്രന്റ് അലയൻസ്. ലേബർ പാർട്ടിക്കുള്ളിൽ ഇടതുപക്ഷത്തിന് അതൃപ്തി. ഇംഗ്ലണ്ടിലെ റെസിഡന്റ് ഡോക്ടർമാർ 6 ദിവസത്തെ സമരത്തിന് ആഹ്വാനം ചെയ്തതായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ. സമരം സർക്കാരുമായി നടന്ന ദീർഘകാല ചർച്ചകൾ വിഫലമായതോടെ പേ റിവ്യൂ ബോഡിയുടെ ശുപാർശ പ്രകാരം 3.5% ശമ്പള വർധനവ് സർക്കാർ അംഗീകരിച്ചു എങ്കിലും ഇത് ഡോക്ടർമാർക്ക് സ്വീകാര്യമല്ല എന്ന് BMA. 2023 മാർച്ചിൽ തുടങ്ങിയ സമര പരമ്പരയിലെ 15ാമത്തെ പ്രതിഷേധമാണിത്. ശമ്പള വർധനവിനെ ചുറ്റിപ്പറ്റിയുള്ള സമരം ഏപ്രിൽ 7-ന് ആരംഭിക്കും. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യ ഉൾപ്പെടെ 5 സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് ഇറാൻ. ഇന്ത്യക്ക് പുറമെ റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ അനുമതി നൽകി. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും പൂർണ്ണമായും അടച്ചിട്ടില്ല. അതേസമയം ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളൊന്നും ഹോർമൂസിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. US-മായി കരാറിലെത്താൻ ഒരാൾ പോലും ആഗ്രഹിക്കുന്നില്ലെന്ന് ഇറാന്റെ സംയുക്ത സേനാ കമാൻഡർ വക്താവ് ഇബ്രാഹിം സൊൽഫഹാരി. ചർച്ച നടത്തിയെന്ന ട്രംപിന്റെ വാദത്തെ പരിഹസിച്ച് സൊൽഫഹാരി ഇറാന്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് ഒന്നു തന്നെയാണെന്നും ഒരിക്കലും US-മായി കരാർ ഉണ്ടാവില്ല എന്നും ഇറാൻ. US-മായി ആണവ ചർച്ച നടക്കുന്നതിനിടയിൽ ട്രംപ് ഇറാനെ ആക്രമിച്ചത് നയതന്ത്ര ചതിയാണെന്നും ഇനി അത്തരം ചർച്ചകൾ നിരർത്ഥകമാണെന്നും ഇറാൻ വിദേശകാര്യ വക്താവ്. ഇറാന്റെ ആയുധ വ്യവസായത്തെ 48 മണിക്കൂറിനുള്ളിൽ തകർക്കാൻ ഇസ്രായേൽ കമാൻഡർമാരോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഈ മാസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി സമാധാന ചർച്ചകൾക്കുള്ള പദ്ധതി നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹു ടെൽ അവീവ് ബങ്കറിൽ നിന്നും കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകിയത്. ഇറാനിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് ഇസ്രായേൽ പ്രതിരോധ സേനയോട് നെതന്യാഹു ഉത്തരവിട്ടത്.
പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യയുടെ നിർണായക ഊർജ്ജ പങ്കാളിയായ അർജന്റീനയിൽ നിന്നുള്ള പാചകവാതക ഇറക്കുമതി വർദ്ധിച്ചതായി കണക്കുകൾ. അർജന്റീനയിൽ നിന്നും ഇന്ത്യയിലേക്ക് 2025-ൽ 22,000 ടൺ മാത്രമായിരുന്നു LPG ഇറക്കുമതി. 2026-ൽ 50,000 ടൺ ആയതായി റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ ബന്ധത്തിലെ അതിവേഗ വളർച്ച. പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ലീഗ് ഉചിതമായ നിലപാടെടുത്തെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു നേതാവും നടത്താൻ പാടില്ലാത്ത പരാമർശമായിരുന്നുവെന്നും പരാമർശത്തെ ആരും പിന്തുണയ്ക്കുന്നില്ലെന്നും സമാന സംഭവങ്ങളിൽ CPM സ്വീകരിച്ച നടപടികൾ എന്തെന്നും VD സതീശൻ. പ്രതിഭയ്ക്കെതിരെ ഉണ്ടായ അധിക്ഷേപകരമായ പരാമർശത്തെ മുസ്ലിം ലീഗ് നേതാവിനെ UDF കൺവീനർ സ്ഥാനത്തു നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരും CPM നേതാക്കളും സേഫ്. ശബരിമല കൊടിമരം പുനഃപ്രതിഷ്ഠയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസ് അവസാനിപ്പിച്ച് ഹൈക്കോടതി. വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ച് തുടർ നടപടികൾ വേണ്ടെന്ന് ഹൈക്കോടതി. കൊടിമര നിർമ്മാണത്തിനായി ഭക്തരിൽ നിന്നും സംഭാവനയായി ലഭിച്ച സ്വർണം പൂർണ്ണമായും ഇതിനായി തന്നെ ഉപയോഗിച്ചുവെന്നും രേഖകളില്ലാതെ സ്വർണം കൈപ്പറ്റിയെന്ന് യാതൊരുവിധ തെളിവുകളുമില്ലെന്നും വിജിലൻസ് റിപ്പോർട്ട് പരിശോധിച്ച കോടതി കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.